വിളവിൻ്റെ തോത് വർദ്ധിപ്പിക്കുവാനായി നമ്മൾ കടയിൽ നിന്ന് അമിനോ ആസിഡ് അടങ്ങിയ രാസവസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അതിനുമുണ്ട് ഒരു പകരക്കാരൻ. സുന്ദരരാമൻ അതിനു പേരിട്ടിരിക്കുന്നത് ഫിഷ് അമിനോ ആസിഡ് എന്നാണ്. ചീത്തയായ 1 കിലോ മീനാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സുലഭമായ മത്തിയായാൽ കൂടുതൽ നന്ന്. ഇതിനോടൊപ്പം 1 കിലോ ശർക്കരയും ആവശ്യമാണ്. മീനുകളെ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് ആദ്യം ചെയ്യുക. ശർക്കരയുമായി കൂട്ടി യോജിപ്പിച്ച് നന്നായി ഇളക്കി കൊടുക്കണം. ഈ മിശ്രിതം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലിട്ട് മുറുക്കി അടച്ച് സൂക്ഷിക്കണം. 10 ദിവസം കഴിഞ്ഞ് പുറത്തെടുക്കാം. ആദ്യത്തെ 5 ദിവസം മീനിൻ്റെ ഗന്ധമാണ് മുറ്റി നിൽക്കുക. എന്നാൽ 6-ാം ദിവസം ഇതിന് പഞ്ചാമൃതത്തിൻ്റെ അത്ഭുത സുഗന്ധമായിരിക്കും ഉണ്ടാവുക. പത്ത് ദിവസങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് ഒരു നൈലോൺ തുണിയിലിട്ട് മിശ്രിതം പിഴിഞ്ഞെടുക്കുന്നു. അപ്പോൾ ലഭിക്കുന്ന കൊഴുകൊഴുത്ത ദ്രാവകമാണ് മീൻ അമിനോ ആസിഡ്. ഘടനയിൽ ഇത് തേനിനെ ഓർമ്മിപ്പിക്കുന്നു. പിഴിഞ്ഞു കഴിയുമ്പോൾ ഏകദേശം 300 മില്ലി ദ്രാവകം ഉണ്ടാവും. 10 മുതൽ 50 വരെ മില്ലി അമിനോ ആസിഡ് 10 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഫ്ലഡ് ഇറിഗേഷനിൽ അമിനോ ആസിഡ് ഉപയോഗിക്കാറില്ല. നേർപ്പിക്കാതെയും ഉപയോഗിച്ചുകൂടാ. അരിച്ചെടുത്തതിന് ശേഷം മിച്ചം വരുന്ന മീനിൽ ശർക്കര ചേർത്ത് 10 ദിവസം വച്ചാൽ വീണ്ടും മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇങ്ങനെ 6 തവണ വരെ തുടരാം. മറ്റ് വളങ്ങളെപ്പോലെ ഫിഷ് അമിനോ ആസിഡും ഒരു ഉത്തമ വളർച്ചാ സഹായിയാണ്. ചെടികൾ വളരെ പെട്ടെന്ന് വളരും. മികച്ച കായ്ഫലവും ഉണ്ടാകും. പഴവർഗ്ഗങ്ങൾക്കാണ് ഈ ഔഷധം കൂടുതൽ ഗുണമുണ്ടാക്കുക. ഒരു കീടനാശിനി അല്ലാത്തതിനാൽ എല്ലാ കൃഷികൾക്കും ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാവുന്നതാണ്. കൊക്കോ, കുരുമുളക് എന്നിവയിൽ ഇത് അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് സുന്ദരരാമൻ സാക്ഷ്യപ്പെടുത്തുന്നു. கடைகளில் அமினோ அமிலங்கள் நீங்கள் கமர்ஷியலாக சேல்ஸ் பண்ணுறாங்க. இப்போ ஏன்னா நாம தான் இயற்கையில் ഇനിയും പല പല ഔഷധക്കൂട്ടുകൾ സുന്ദരരാമന് ഹൃദിഷ്ടമാണ്. നാവിൻ തുമ്പിലാണ് അവയുടെ വിവരണമെല്ലാം. അത്രമാത്രം പരിചയമാണ് അവയിൽ ഓരോന്നിനോടും. തൻ്റെ പരീക്ഷണശാലയിൽ തീർത്തെടുത്ത ഈ രഹസ്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപാധികളൊന്നുമില്ലാതെ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു. അറിഞ്ഞും കേട്ടും വരുന്ന ആരെയും അദ്ദേഹം നിരാശപ്പെടുത്താറുമില്ല. ഒന്നും അദ്ദേഹം വെറുതെ പറയുന്നതല്ല. തൻ്റെ പുരയിടത്തിൽ പരീക്ഷിച്ച് വിജയം കണ്ടതിന് ശേഷം മാത്രമാണ് ഇവ പരസ്യപ്പെടുത്തുന്നത്. പരിശോധിച്ച മരുന്നുകളെല്ലാം ഉത്തമ ഫലമുള്ളവയെന്ന് ലബോറട്ടറികളും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവനവൻ്റെ ഡോക്ടറാകണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ചിട്ടയായ ദിനചര്യകൾ, കൃത്യമായ ഭക്ഷണം, പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുള്ള ജീവിതക്രമങ്ങൾ എന്നിവ മനുഷ്യനെ എക്കാലവും ആരോഗ്യവാനാക്കി നിർത്തുന്നു. ജൈവകൃഷിയുടെ നൈരന്ത്യത്തിൽ സുന്ദരരാമൻ ഇപ്പോഴും യൗവനത്തെ കാത്തുസൂക്ഷിക്കുകയാണ്. അദ്ദേഹം തന്നെ സ്വയം ഒരു ഡോക്ടറാണല്ലോ. പ്രകൃതിയുടെ ഈ ഉപാസകൻ തെന്നിന്ത്യയുടെ തന്നെ അഭിമാനഭാജനമാണ്. ജൈവകൃഷിയുടെ കർമ്മമേഖലകളിൽ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ജൈവ സങ്കീർണതകളിൽ സ്വന്തമായ ഇരിപ്പിടം തീർത്തെടുത്ത ഈ കാർഷിക ശാസ്ത്രജ്ഞൻ്റെ ആത്മവിശ്വാസങ്ങൾക്ക് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഹരിതഭാരതം മടങ്ങി. പ്രകൃതിയുടെ ലാസ്യഭംഗിയിലേക്ക് തല ഉയർത്തി നോക്കുന്ന ചെറു സസ്യങ്ങളെ പിന്നിലാക്കി യാത്ര തുടരുന്നു. സത്യമംഗലം കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് ഈ പാടശേഖരങ്ങൾ അപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു.